അസ്സലാമു എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു നാരങ്ങ അച്ചാറാണ്. വളരെ ടേസ്റ്റി ആയിട്ട് ഒട്ടും കയ്പില്ലാതെ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അച്ചാറിൻ്റെ റെസിപ്പിയാണിത്. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു അച്ചാർ എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അച്ചാർ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 10 നാരങ്ങയാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ളതാണ്. നമ്മൾ അച്ചാർ ഉണ്ടാക്കാനായിട്ട് നാരങ്ങ എടുക്കുന്ന സമയത്ത് നന്നായിട്ട് പഴുത്തിട്ടുള്ള നാരങ്ങ വേണം എടുക്കാനായിട്ട്. ഇല്ലെങ്കിൽ അച്ചാറിന് നല്ലൊരു ടേസ്റ്റ് കിട്ടില്ല. നമ്മൾ തൊട്ട് നോക്കുന്ന സമയത്ത് ഇതേപോലെ ഒന്ന് പ്രസ് ആവുന്ന രീതിയിലുള്ള നാരങ്ങ എടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ ആവിയിലാണ് ഈ ഒരു നാരങ്ങ വേവിച്ചെടുക്കുന്നത്. അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിച്ചിട്ടുണ്ട്. അതിന് മുകളിൽ ഒരു സ്റ്റെയിനറും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ സ്റ്റെയിനറിലോട്ട് വെച്ച് കൊടുക്കാം. നമ്മുടെ ഇഡ്ഡലി തട്ടിലൊക്കെ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഇനി നമുക്കൊരു 10 മിനിറ്റ് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം നമ്മുടെ നാരങ്ങയൊക്കെ കുറച്ചൊന്ന് വീർത്ത് വന്നിട്ടുണ്ട്. നന്നായിട്ട് വെന്തിട്ടുണ്ടെങ്കിലാണ് ഇതേപോലെ വരിക. പിന്നെ നമ്മൾ തൊട്ട് നോക്കുന്ന സമയത്ത് നല്ല സോഫ്റ്റായിട്ട് നിൽക്കണം. നമുക്ക് പ്രസ് ചെയ്യുന്ന സമയത്ത് മനസ്സിലാവും വെന്തിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ. ഇനി ഞാനിത് പുറത്തോട്ട് എടുക്കുകയാണ്. നല്ല സോഫ്റ്റായിട്ട് നിൽക്കുന്നുണ്ട്. ഇനി നമുക്ക് പുറത്തെടുത്തതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് ചൂടാറാനായിട്ട് വെയിറ്റ് ചെയ്യാം. ചൂടാറിയതിന് ശേഷം ഒരു ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ ഒരു തുണിയോ വെച്ചിട്ട് നന്നായിട്ട് ഇതിന് പുറത്തുള്ള ആ ഒരു വെള്ളമൊക്കെ നമ്മൾ തുടച്ച് മാറ്റണം. നാരങ്ങ ഇവിടെ കംപ്ലീറ്റ് ചൂടാറി വന്നിട്ടുണ്ട്. നമ്മൾ തൊട്ട് നോക്കുന്ന സമയത്ത് ഇതേപോലെ നന്നായിട്ട് സോഫ്റ്റായിട്ട് നമുക്കിത് പ്രസ് ചെയ്ത് എടുക്കാനായിട്ട് പറ്റണം. ആ ഒരു രീതിയിൽ വേണം നമുക്ക് നാരങ്ങ കിട്ടാനായിട്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് അതിനുള്ളിലുള്ള ആ ഒരു കുരുവൊക്കെ കംപ്ലീറ്റ് നമ്മൾ ഒഴിവാക്കിയെടുക്കണം. ഞാനിത് മുഴുവനായിട്ട് കട്ട് ചെയ്തതിന് ശേഷം കാണിക്കാം. ഞാനിവിടെ നാരങ്ങ മുഴുവനും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കട്ട് ചെയ്തെടുത്ത സമയത്ത് അതിനുള്ളിലുള്ള ആ ഒരു കുരുവൊക്കെ കംപ്ലീറ്റ് ഒഴിവാക്കിയിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒരു നാരങ്ങ നമുക്ക് 4 പീസായിട്ടും 3 പീസായിട്ടും 2 പീസായിട്ടൊക്കെ വേണമെങ്കിൽ കട്ട് ചെയ്യാം. ഞാനിവിടെ 2 പീസായിട്ടും അതേപോലെ ചില നാരങ്ങ 3 പീസായിട്ടൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എങ്ങനെയാലും കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് അതിനുള്ളിലുള്ള ആ ഒരു കുരുവൊക്കെ കംപ്ലീറ്റ് ഒഴിവാക്കിയെടുക്കണം. ഇനി നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നാരങ്ങ അച്ചാർ ഉണ്ടാക്കുന്ന സമയത്ത് എപ്പോഴും കുറച്ചധികം ഉപ്പ് ചേർത്ത് കൊടുക്കണം. അപ്പം ഈ ഒരു നാരങ്ങക്കൊക്കെ നല്ല പുളി ആയതുകൊണ്ട് തന്നെ ഉപ്പ് കുറച്ചധികം തന്നെ ചേർത്ത് കൊടുക്കേണ്ടി വരും. ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിതിവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. ഞാനിവിടെ ഫ്ലെയിം ഓൺ ചെയ്ത് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം നല്ലെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നതിനേക്കാളും ഈ ഒരു അച്ചാറിന് കുറച്ചുകൂടെ ടേസ്റ്റ് എണ്ണ ചേർത്ത് കൊടുക്കുമ്പോഴാണ്. ഇനി ഈ ഒരു എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം നമുക്കിതിലേക്ക് 1 ടീസ്പൂണോളം കടുക് ചേർത്ത് കൊടുക്കാം. ഇനി ഈ ഒരു കടുക് നന്നായിട്ട് പൊട്ടി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് 2 വറ്റൽമുളകും അതേപോലെ ഒരു തണ്ട് കറിവേപ്പിലയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. കറിവേപ്പിലയും അതേപോലെ വറ്റൽമുളകും നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് ഞാനൊരു 5 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ അത്യാവശ്യം വലിയ വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത്. ചെറുതാണെങ്കിൽ 7 8 ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 3 പച്ചമുളക് കൂടെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തത് ഇതിലോട്ട് ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്നുകൂടെ വഴറ്റി കൊടുക്കാം. ഇതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ മാറി വരുന്നവരെ നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഞാനിവിടെ വെളുത്തുള്ളിയും അതേപോലെ പച്ചമുളകൊക്കെ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ അതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ കംപ്ലീറ്റ് മാറി. ഇനി ഇതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് തീ നന്നായിട്ട് കുറച്ച് വെച്ചതിന് ശേഷം മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇല്ലെങ്കിൽ ഈ ഒരു പൊടികളൊക്കെ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും. ഇനി ഞാനിതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ ഉലുവയുടെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഉലുവ റോസ്റ്റ് ചെയ്യൊന്നും വേണ്ട, അതേപോലെ തന്നെ ഒന്ന് പൊടിച്ചെടുത്തിട്ട് ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഞാനിതിലേക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് യൂസ് ചെയ്യുന്നത്. സാധാരണ മുളക് പൊടിയാണെങ്കിൽ ഒരു 1.5 ടേബിൾ സ്പൂണോളൊക്കെ ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റി ഇതിൻ്റെ ആ ഒരു പച്ചമണം മാറി വരുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഞാനിതിവിടെ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ആ ഒരു പൊടിയുടെ പച്ചമണമൊക്കെ മാറി. ഇനി നമുക്കിതിലേക്ക്
1/4 കപ്പ് വിനാഗിരി ചേർത്ത് കൊടുക്കാം. അതേപോലെ 1/2 കപ്പ് അളവിൽ വെള്ളവും ചേർത്ത് കൊടുക്കണം. ഇതിലോട്ട് വിനാഗിരി ചേർത്ത് കൊടുക്കുന്നത് ഓപ്ഷണലാണ്. നമുക്ക് ഒരുപാട് കാലം കേടുകൂടാതെ പുറത്ത് തന്നെ സൂക്ഷിക്കണം എന്നുണ്ടെങ്കിൽ വിനാഗിരി ചേർത്ത് കൊടുക്കണം. ഇല്ലെങ്കിൽ 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. വെള്ളം ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നമ്മൾ നന്നായിട്ട് തിളപ്പിച്ച വെള്ളം വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. പച്ചവെള്ളം ഒരിക്കലും ചേർത്ത് കൊടുക്കാൻ പാടില്ല. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ ഓൾറെഡി നാരങ്ങയിലൊക്കെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളതാണ്. എങ്കിലും കുറച്ച് ഉപ്പ് കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. അതിന് ശേഷം അവസാനം ആവശ്യമുണ്ടെങ്കിൽ എക്സ്ട്രാ ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു 3 മിനിറ്റ് നന്നായിട്ടൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. അതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു നാരങ്ങ കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിതിവിടെ 3 മിനിറ്റ് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള നാരങ്ങ കൂടെ ചേർത്ത് കൊടുക്കാം. നാരങ്ങ ചേർത്ത് കൊടുക്കുന്ന ആ ഒരു സമയത്ത് തന്നെ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യുക. നാരങ്ങ ചേർത്ത് കൊടുത്തിട്ട് ഒരുപാട് സമയം തിളപ്പിച്ചെടുക്കരുത്. ചേർത്ത് കൊടുക്കുമ്പോൾ തന്നെ ഓഫ് ചെയ്തേക്കണം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് ചൂടാറാനായിട്ട് വെയിറ്റ് ചെയ്യാം. നന്നായിട്ട് ചൂടാറിയതിന് ശേഷം നമുക്കിതൊരു ടൈറ്റായിട്ടുള്ള കണ്ടെയ്നറിൽ സൂക്ഷിച്ച് വെക്കാം. ഇപ്പോൾ ഇതൊന്ന് ചൂടാറുന്ന സമയത്ത് നന്നായിട്ട് തിക്കായിട്ട് വരും. ഇപ്പോൾ കുറച്ചൊരു വെള്ളം പോലെ നിൽക്കുന്നുണ്ടെങ്കിലും ചൂടാറിയാൽ ഇത് നന്നായിട്ട് അങ്ങോട്ട് തിക്കായിട്ട് മാറും. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു നാരങ്ങയുടെ വലിപ്പം ചെറുതാക്കി എടുത്താലും മതി. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മളിതൊരു 2-3 മാസമൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു നാരങ്ങയൊക്കെ നന്നായിട്ട് അങ്ങ് അലിഞ്ഞു പോകും. അതുകൊണ്ടാണ് ഞാനിപ്പോൾ കുറച്ചൊരു വലിയ പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇനി നമുക്കിത് കംപ്ലീറ്റ് ചൂടാറിയതിന് ശേഷം ഒന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ അച്ചാറൊക്കെ കംപ്ലീറ്റ് ചൂടാറിയിട്ടുണ്ട്. ഇപ്പോൾ ഞാനൊരു 3 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ ഇത് കാണിക്കുന്നത്. ഒട്ടും കയ്പില്ലാത്ത നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അച്ചാറാണ്. നമുക്കിതൊരു 10 ദിവസമെങ്കിലും ഒരു ടൈറ്റായിട്ടുള്ള കണ്ടെയ്നറിൽ വെച്ചതിന് ശേഷം യൂസ് ചെയ്യുക. അങ്ങനെ ആകുമ്പോഴാണ് അച്ചാറിന് അതിൻ്റേതായ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുന്നത്. ഈ ഒരു അച്ചാറെന്ന് പറയുമ്പോൾ നമ്മൾ വെക്കും തോറും ടേസ്റ്റ് കൂടി വരുന്നിട്ടുള്ള ഒരു അച്ചാറാണ്. അപ്പോൾ നമുക്കൊരു 2 ആഴ്ചയോ അതേപോലെ 3 ആഴ്ചയോ ഒക്കെ വെച്ചിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. അപ്പോൾ നമുക്കിത് ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. പുറത്ത് തന്നെ നമുക്കിത് സൂക്ഷിച്ച് വെക്കാം. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീണ്ടും മറ്റൊരു റെസിപ്പിയായിട്ട് കാണാം. താങ്ക് യു.